തൃശ്ശൂർ പൂരത്തിൻ്റെ അന്നത്തെ വീഡിയോ ആയിരുന്നു കേട്ടോ ഇത്. നമ്മളൊന്ന് തൃശ്ശൂർ പൂരം കാണാനായിട്ടൊന്ന് ഇറങ്ങിയതാണ്. ഭയങ്കര തിരക്കായിരുന്നു. നമ്മൾ ഈ തിരക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് പാർക്കിംഗ് കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. കുറേ അങ്ങോട്ട് ടൂ വീലർ ആയ കാരണം ഇടയ്ക്കൂട്ടൊക്കെ കുത്തിക്കയറ്റി കൊണ്ടുപോകാനായിട്ട് പറ്റി. അത് കഴിഞ്ഞ് ഒരു പാർക്കിംഗ് ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തിട്ട് നമ്മളിതാ റൗണ്ടിലേക്ക് അങ്ങോട്ട് നടക്കുമായിരുന്നു കേട്ടോ. കുറച്ച് അങ്ങോട്ട് നടക്കേണ്ടി വന്നു. ജില്ലാ ആശുപത്രിയുടെ സൈഡ് വഴി കൂടിയാണ് നമ്മൾ റൗണ്ടിലേക്ക് എത്തിയത്. അവിടെ എത്തിയപ്പോൾ തന്നെ നല്ല ആൾക്കൂട്ടമായിരുന്നു. പിന്നെ കുട്ടാപ്പ് ഫസ്റ്റ് ടൈമാണ് തൃശ്ശൂർ പൂരം നേരിട്ട് കാണുന്നതൊക്കെ. കഴിഞ്ഞ കൊല്ലമൊക്കെ അവൻ ടി വിയിലായിരുന്നു വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആനകളൊക്കെ നേരിട്ട് കണ്ടപ്പോൾ അവന് ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കുടമാറ്റമൊക്കെ കഴിഞ്ഞിട്ടാണ് അവിടെ എത്തിയത്. ഇപ്രാവശ്യം 15 മിനിറ്റൊക്കെ അല്ലേ ഉള്ളൂ കുടമാറ്റം. അത് കാരണം കറക്റ്റ് സമയത്തിന് നമുക്ക് എത്താൻ പറ്റില്ല. പക്ഷേ കുടമാറ്റമൊക്കെ കഴിഞ്ഞ് ആനകൾ പോണത് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളിത് കാണാനായിട്ട് നിൽക്കുമ്പോൾ കുട്ടാപ്പു ഇങ്ങനെ ഓരോ സംശയം ചോദിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ തൊട്ടപ്പുറത്ത് കുട്ടാപ്പുവിൻ്റെ പ്രായത്തിലുള്ള അതേ കുട്ടി നിന്ന് ഓരോ ആനകളുടെ പേരൊക്കെ ഇരുന്ന് പറയണത് കേട്ടു. അത് കേട്ടപ്പോൾ എൻ്റെ കണ്ണ് തള്ളിപ്പോയി കേസ്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പൂരപ്പറമ്പിലേക്ക് നടക്കാനായിട്ട് പോയിട്ടോ. പൂരം എന്തായാലും കാണാനായിട്ട് പറ്റില്ല. എന്നാലും പിന്നെ പൂരപ്പറമ്പ് ഒന്ന് കിടന്ന് കറങ്ങി വരാമെന്ന് വിചാരിച്ചു. അവിടെ ബലൂൺ കണ്ടപ്പോൾ കുട്ടാപ്പിന് ബലൂൺ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സെറ്റ് ആനകൾ പോയി കഴിഞ്ഞ് അടുത്ത സെറ്റ് ആനകൾ പോവാനായിട്ട് നിൽക്കുകയാണ്. അന്ന് പിന്നെ അതും കുറച്ച് നേരം കാണാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കൂടുതൽ കുറച്ച് മേളം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരുടെ കയ്യിലും വിശറി ഉണ്ടായിരുന്നു. അമ്മാതിരി ചൂടായിരുന്നു. പിന്നെ നമുക്കും കിട്ടി വിശറി. അതുകൊണ്ട് കുറേ നേരം വീശി നിൽക്കാനായിട്ട് പറ്റി. ഇരിക്കുന്നവരുടെ കയ്യിലും നിൽക്കുന്നവരുടെ കയ്യിലും നടക്കുന്നവരുടെ കയ്യിലൊക്കെ വിശറിയും അതുപോലെ തൊപ്പിയൊക്കെ ഉണ്ടായിരുന്നു. കുട്ടാപ്പിന് തൊപ്പി കിട്ടാത്തതിൻ്റെ വിഷമത്തിലാണ് കേട്ടോ. അങ്ങനെ ഇവിടെ നിന്നൊക്കെയോ സാഹചര്യം ഒരു തൊപ്പി സംഘടിപ്പിച്ച് കൊടുത്തു. ആനകളെയൊക്കെ കണ്ടു കഴിഞ്ഞ് പിന്നെ നമ്മൾ പൂരപ്പറമ്പിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോണേൻ്റെ ഇടയിൽ പച്ചപ്പട്ടാണിയും മസാല കപ്പലണ്ടിയൊക്കെ അവിടെ വറുക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഒരു പൊതി അവിടുന്ന് വാങ്ങിച്ച് കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടുന്ന് കപ്പലണ്ടിയൊക്കെ വാങ്ങിച്ച് കഴിച്ച്. പിന്നെ കുട്ടാപ്പ് ചെറിയൊരു വാശിയൊക്കെ ഉണ്ടായിരുന്നു അവിടുന്ന് കളിപ്പാട്ടം വാങ്ങിച്ച് കിട്ടാത്തതിൽ. പിന്നെ നമ്മളിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കളിപ്പാട്ടമൊന്നും വാങ്ങിക്കില്ല എന്നുള്ളത്. അങ്ങനെ പറഞ്ഞ് കുറച്ച് നേരം അവനെയും ആശ്വസിപ്പിച്ച് നിന്നു. പിന്നെ ഐസ്ക്രീം വാങ്ങിച്ച് ഐസ്ക്രീമും കഴിച്ച് നിന്നു. തൃശ്ശൂർ പൂരത്തിന് വന്ന് ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ തിന്നണത് ഇത് ആദ്യം കേട്ടോ. എവിടുന്നോ ഒരു ശബ്ദം കേട്ട് നോക്കിയപ്പോൾ കുലുക്കി സർബത്ത് കുലുക്കി നിൽക്കുന്ന ചേട്ടന്മാർ. എന്നാൽ പിന്നെ കുറച്ച് നേരം അത് കണ്ട് നിൽക്കാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയിട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഇത് കണ്ട് നിൽക്കാനായിട്ട്. ഇതിൽ പ്ലേ ചെയ്തിരിക്കുന്ന പാട്ട് ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവരൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. കുട്ടാപ്പിന് കിട്ടിയ തൊപ്പി അവൻ ഇങ്ങനെയായിട്ട് വെച്ച് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പൂരപ്പറമ്പ് മൊത്തം ഒന്ന് ചുറ്റിക്കറങ്ങി സഞ്ചരിച്ചതിന് ശേഷം നമ്മൾ വേഗം വീട്ടിലേക്ക് പോയി. സമയം ഒരു 9 മണിക്ക് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയായിരുന്നു തൃശ്ശൂർ പൂരത്തിൻ്റെ നമ്മുടെ വിശേഷങ്ങൾ. ഇനി അടുത്ത വീഡിയോയിൽ കുറച്ച് കല്യാണ വിശേഷങ്ങളാവാം.